പാർട്ട്നേഴ്സ് തമ്മിൽ പരസ്പര സ്നേഹവും വൈകാരിക പിന്തുണയും ആവശ്യമാണ്. എന്നാൽ ഈ ആശ്രിതത്വം അമിതമായാൽ അപകടമാണ്. ഇതിന് ഇമോഷണൽ ഡിപ്പെൻഡൻസി എന്നാണ് അറിയപ്പെടുന്നത്. എപ്പോഴും പാർട്ട്ണറുടെ ശ്രദ്ധയും പരിഗണനയും വേണം എന്ന ചിന്ത, അവരുടെ മെസ്സേജസ് ഉണ്ടോ എന്നറിയാൻ എപ്പോഴും ഫോൺ നോക്കുക. അവരുടെ മൂഡുകൾക്കും ചിന്തകൾക്കും അനുസരിച്ച് പാർട്ട്ണർ സന്തോഷിക്കുകയും സങ്കടപ്പെടുകയും വേണം. പഴയ ചാറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് വായിച്ചു നോക്കുക. പാർട്ട്ണറോടൊപ്പമുള്ള പിക്ചേഴ്സ് ഏറെ നേരം നോക്കിയിരുന്ന് സന്തോഷിക്കുക. ഇതെല്ലാമാണ് ഇമോഷണൽ ഡിപ്പെൻഡൻസിയുടെ സിംറ്റംസ്. ഇത് പിന്നീട് ആസക്തി അല്ലെങ്കിൽ അഡിക്ഷനിലേക്ക് മാറാം. ഇമോഷണൽ ഡിപ്പെൻഡൻസി കൊണ്ടുണ്ടാകുന്ന ഓവർ തിങ്കിങ്ങും നെഗറ്റീവ് തിങ്കിങ്ങും കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. പിന്നീട് അത് സെൽഫ് ഹാമിങ്ങിലേക്കും നയിക്കാം. ഓവർ പൊസസീവ്നെസ്സും ഓവർ ബൗണ്ടറി ക്രിയേറ്റിംഗും ഉള്ളതുകൊണ്ട് പാർട്ട്ണർ താൻ ഉദ്ദേശിച്ച രീതിയിൽ മാറണം എന്നിവർ ചിന്തിക്കുന്നു. ഇമോഷൻ റെഗുലേഷൻ തെറാപ്പി, CBT, അറ്റാച്ച്മെന്റ് ബേസ്ഡ് തെറാപ്പി എന്നീ തെറാപ്പികൾ ഇതിന് ലഭ്യമാണ്. സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങളുടെ കൂടെ സെൽഫ് ഹാമിംഗ് തോട്ട്സ് അല്ലെങ്കിൽ സൂയിസൈഡൽ ടെൻഡൻസീസ് ഉള്ളവർ തീർച്ചയായും ഇതൊരു എമർജൻസി ആയി കണ്ട് സൈക്യാട്രിസ്റ്റിനെ കാണേണ്ടത് അത്യാവശ്യമാണ്. അതിന്റെ കൂടെ സൈക്കോളജിക്കൽ കൗൺസിലിംഗും കൊടുക്കാം.